ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതെടുത്തുകൊണ്ടിരിക്കുന്ന നിരപേക്ഷ നിലപാട് അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, കാലാകാലം മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷ പാർട്ടിയും. രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാവാതെ 2025 ഡിസംബറിൽ മാത്രം 1-ാം ഘട്ടം പൂർത്തിയാവുന്ന ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം 2024 ആദ്യം തന്നെ നിർവഹിക്കാൻ നരേന്ദ്രമോദിയും BJP സംഘപരിവാർ വിഭാഗങ്ങളും ശ്രമിച്ചത് മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള ആയുധമായി അതിനെ ഉപയോഗിക്കാൻ തന്നെയായിരുന്നു. ആ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയ. കോൺഗ്രസ്സിന് പോലും പിന്നീട് അവരുടെ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നു. ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച നിലപാട് തന്നെയായിരുന്നു അതിനടിസ്ഥാനം. നിങ്ങൾക്കറിയാം, രഥയാത്ര തടഞ്ഞതിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ VP സിംഗ് സർക്കാരിനെതിരായി അവിശ്വാസം കൊണ്ടുവന്നത് ആ മന്ത്രിസഭയെ നിലം പതിപ്പിച്ചത് കോൺഗ്രസും BJP-യും ചേർന്നുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായ നിലപാട് എല്ലാ കാലവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെയും SDP-യുടെയും കൂട്ടുകക്ഷിയെ പോലെയാണ് ലീഗും കോൺഗ്രസും പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2.8% വോട്ട് അവർക്ക് കുറഞ്ഞിട്ടും ചില മേഖലയിൽ വലിയ ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. വ്യാജ വാർത്തയും വ്യാജ ID കാർഡ് നിർമ്മിക്കലുമെല്ലാം നടത്തുന്നത് ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യാജ ID കാർഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ കേരളത്തിലാകെ എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ UDF-ൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും ഒപ്പം വർഗീയതയും ചേർത്ത വലിയ മേഖല ന്യൂ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ എല്ലാവർക്കും വ്യക്തത വന്നതാണ്. ഇപ്പോൾ കാഫിർ പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി അത് സംബന്ധിച്ച് പരാതി നൽകിയത് LDF കമ്മിറ്റി തന്നെയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ്, തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം. ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സംശയത്തിൻ്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. ഇമാതിരിയുള്ള ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിൻ്റെയും ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ പോലും CPM നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് LDF-നെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത്.
ഒരു തരത്തിലുള്ള ഒളിച്ചുവെക്കുന്ന കാര്യവും CPM-ന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അന്വേഷണം നടക്കട്ടെ, പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയല്ല വേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്.